പഴയ സോളാർ വിവാദം വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. അതായത് വീണ്ടും സോളാർ കേസിന്റെ വിവാദങ്ങളും അതിന്റെ അലയൊലികളും ആരംഭിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 4 പേര് കൊട്ടാരക്കര കോടതി വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ കേസിലെ ഒരു സ്ത്രീ അവരുടെ പുറത്തോട്ട് വന്ന ലെറ്ററിൽ 4 പേജ് എഴുതി ചേർത്തു എന്നുള്ളതിന് കൃത്യമായ ഞങ്ങൾ സാക്ഷികളാണ് എന്നുള്ള രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ വീണ്ടും സോളാർ വിവാദം കത്തിക്കേറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അതെ, മിക്കവാറും അത് കാരണം തുടക്കം മുതൽ നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഈ സോളാർ കേസിനകത്ത് തിരിമറി നടന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി പ്രതിയായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മൊഴിക്ക് അല്ലെങ്കിൽ ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി വാലിഡ് ആവുന്ന എവിടെയാണ് 2015 മെയ് മാസം. ഈ മെയ് മാസത്തിൽ കൊട്ടാരക്കരയിൽ വെച്ച് ഒരു കാറിനുള്ളിലേക്ക് ഈ ശരണ്യ മനോജ്, അതായത് ഈ ഗണേഷ് കുമാറിൻ്റെ ബന്ധുവാണ്, അദ്ദേഹം ഈ കാറിലേക്ക് ഒരു കവറുമായി കയറി പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ മൊഴി. അപ്പോൾ എന്താണ് ഈ കവറിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ തെളിയേണ്ടത്. കാര്യം ഈ കേസിൽ ഓൾറെഡി ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിജീവതയെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരത്തെ മറ്റൊരു കേസിൽ തട്ടിപ്പ് നടത്തി, അതായത് ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരായി ഉയർന്നു വന്ന ഏറ്റവും വലിയ പരാതി. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിലാണ് അവരുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒരു കത്ത് ഇവരെഴുതി. അത് ആ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ജയിൽ അധികാരികളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത് എഴുതുന്നത്. അപ്പം ഇങ്ങനെ സാധനമെല്ലാം എഴുതി തയ്യാറാക്കി ഈ കത്താണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ കത്ത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിക്കെതിരായി വലിയ ശക്തമായൊരു തെളിവ് എന്നുള്ള നിലയിൽ. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധീർ ജേക്കബ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫുണ്ട്, സുധീർ മലയിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നേരത്തെ നമ്മുടെ KB ഗണേഷ് കുമാറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫാണ്. അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അതിനുവേണ്ടിയുള്ള പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള നിലയിൽ പലപ്പോഴും ഈ ഗണേഷ് കുമാർ വീരവാദം മുഴക്കിയിട്ടുണ്ടെന്ന് എന്ന് സുധീർ മലയിൽ. അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ. ആദ്യം ഇയാളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു പിന്നെ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ. അതിനുശേഷം മാറിയിട്ട് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോവാണ്, അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ ഒരു. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആലോചിച്ച് നോക്കൂ, അന്വേഷണം നടത്തിയിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്തു. പാവപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ഇതിനകത്ത് പങ്കില്ല. അതായത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ഇദ്ദേഹത്തിന് പങ്കുമില്ല. ആകെപ്പാടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പലയിടങ്ങളിലും വെച്ച് ഈ സോളാറിലെ ഈ പരാതിക്കാരി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് മീൻസ് ഉമ്മൻചാണ്ടിയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ് ഈ പറയുന്ന ഈ സ്ത്രീ അവിടേക്ക് വരുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ യുവതി അതിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഈ പറയുന്ന ടീം സോളാർ റിന്യൂവബിൾ എനർജി എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. അപ്പം ഈ കമ്പനി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് സോളാർ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസക്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ സോളാർ. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വൈദ്യുതി ഉപഭോഗം കൂടുന്നു. അപ്പം നമുക്ക് ഇതിൽ കറണ്ട് ചാർജിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ന് സോളാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നതാണ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായി വന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാം മീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒരു കമ്പനി ഇവിടെ വന്ന് അതിന് പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയൊക്കെ പെർമിഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ പെർമിഷനോട് കൂടി മാത്രമേ ഇവർക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ്, അപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഫിക്സേഷനൊക്കെ വരണമല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഇവർക്ക് ചെറിയ പ്രശ്നമുണ്ടായി. പിന്നെ ഇത്രയും വലിയൊരു കമ്പനി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ ഈ KPCC തന്നെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഈ ശ്രീധരൻ മല്ലയിൽ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നു എന്നും അതിന് ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരു പരാതി വരുന്നത്. ഈ പരാതി ആക്ച്വലി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന
മുഖ്യമന്ത്രിയെ വേറൊരു തലത്തിൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഉമ്മൻചാണ്ടി ആ സമയത്ത് മുഖ്യമന്ത്രിയാണ്. ഓൾറെഡി ശ്രീധരൻ മല്ലയിൽ എന്ന് പറയുന്ന ഒരാൾ KPCC ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ്, എനിക്കത് ബാബു പ്രസാദിൻ്റെയൊക്കെ റിലേറ്റീവ് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യം കൃത്യമായി KV ഗണേഷ് കുമാർ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് പരാതിക്കാരിയുടെ മേൽ എന്ത് തന്നെയാണ്, ഇവരെല്ലാം ഒരു നാട്ടുകാരാണ്. ഈ പറയുന്ന പരാതിക്കാരിയാണെങ്കിലും ബിജു രാധാകൃഷ്ണൻ ആണെങ്കിലും എല്ലാവരും കൊല്ലംകാരാണ്, കൊല്ലത്ത് ആ മേഖലയിൽ താമസിക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊരു അടുപ്പമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് നേരത്തെ ഈ പറയുന്ന യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ട്. അത്തരത്തിലുള്ള അതൊരുപക്ഷെ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര തമ്പുരാനായിരിക്കുന്ന R ബാലകൃഷ്ണപിള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഒരു വെളിപ്പെടുത്തൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യുവതി തന്നെ ഒരു ചാനൽ പരിപാടിക്കിടയിൽ അവർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി എന്താണ് R ബാലകൃഷ്ണപിള്ള തന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം എന്നുള്ള കാര്യവും ഈ യുവതി തന്നെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വെളിപ്പെടുത്തി. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞില്ല എങ്കിലും ഒരു വെളിപ്പെടുത്തൽ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അടുപ്പം ഇവർ തമ്മിലുണ്ട്. അപ്പം ഈ പറയുന്ന സോളാർ ഒരു അഴിമതിയായി കേരളത്തിൽ പുകയുന്നു. അതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിട്ട് കണക്ട് ചെയ്യുന്നു. ഉമ്മൻചാണ്ടിക്ക് പിന്നെ ഈ യുവതിയുമായി അനാവശ്യ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. അപ്പോൾ അങ്ങനെ വരുത്തി തീർക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ കിടന്നുകൊണ്ട് എഴുതി വെക്കുന്ന കത്ത് പോരാ, അത് മാത്രം പോരാ. അതിനകത്തേക്ക് ഉമ്മൻചാണ്ടിയിലേക്ക് നയിക്കുന്ന ലീഡ് ചെയ്യുന്ന ഒരു തെളിവുകളും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പം ഉമ്മൻചാണ്ടിയെ ഈ രീതിയിൽ കുടുക്കി പെണ്ണ് കേസിൽ അകപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ സത്യം പറഞ്ഞാൽ പിന്നെ KB ഗണേഷ് കുമാറിൻ്റെ തലയിൽ നിന്ന് തന്നെ ആവണം വന്നത്. അപ്പം ഈ പറയുന്ന സാക്ഷിമൊഴികളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് അതിനെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുകയും കത്ത് തയ്യാറാക്കി ഒരു കാറിനുള്ളിൽ, ഇപ്പം ഗണേഷ് കുമാർ പോയാൽ പലരും കാണുമല്ലോ, അപ്പോൾ ഗണേഷ് കുമാറിന് പകരമായി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ശരണ്യ മനോജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ പറഞ്ഞു വിട്ടിട്ട് ഈ കത്തായിരിക്കാൻ കൊടുത്തത്, ഇനി കത്തിനുള്ള പ്രതിഫലമായിട്ടുള്ള തുകയാണ് എന്നൊന്നും അറിയില്ല, ഈ സാധനം എന്തായാലും കാറിനകത്ത് കയറുന്ന കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന മൊഴി. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളെ അവരുടെ അന്ന് ഗണേഷ് കുമാർ സത്യത്തിൽ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അന്ന് UDFൻ്റെ ഭാഗമായിരുന്നു. എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം. വേറെ എത്രയോ ആൾക്കാരുടെ പേര് വന്നു. ഇപ്പം നമ്മൾ പറയുന്ന KC വേണുഗോപാലിൻ്റെ പേര് അന്ന് ഉയർന്നു കേട്ടതാണ്, ഹൈബീഡൻ്റെ പേര് ഉയർന്നു കേട്ടതാണ്, അങ്ങനെ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു കേട്ടതാണ്. അങ്ങനെ ഒരുപാട് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട അന്ന് എല്ലാവരും ഈ ട്രോളായിട്ട് അന്ന് CPM പറഞ്ഞിട്ട് നടന്നത്, അന്ന് ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒരു മാരക രോഗം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകില്ല എന്ന് വരെ ട്രോളുകൾ അന്ന് വ്യാപരിച്ചിരുന്നു. അപ്പോൾ അത്രത്തോളം ആളുകളുടെ പേരുകളാണ് ഓരോ ദിവസം കഴിയും തോറും ഈ യുവതി പറഞ്ഞുകൊണ്ടിരുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങ് പറയുകയാണ്, അപ്പം ഇന്നാള്, അപ്പം ഒരു കത്തിന് വേണ്ടി തന്നെ ഇടിയായിരുന്നു. ആ പത്രസമ്മേളനം വിളിച്ച് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിയുടെ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമപ്രവർത്തകരും, ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയിലാണ് വിളിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ഇനി മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയിട്ട് ഇവിടെ പോകുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക്, അപ്പം അവരുടെ കത്തിൻ്റെ കോപ്പി എല്ലാ മാധ്യമപ്രവർത്തകർക്കും കിട്ടും. അപ്പം കത്തിലൂടെ അവർ നിന്നിട്ട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ പറയുന്നതനുസരിച്ചിട്ട് അതുകൊണ്ടെല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് 6 മണിക്കാണോ ശരി 5:30 ഡ്യൂട്ടി കഴിയും, 6 മണിക്കല്ലേ ഈ പത്രസമ്മേളനം, അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ക്യാമറാമാന്മാരും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് സാധനം ഇന്ന് നമുക്കറിയാമല്ലോ. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്വർണ്ണ തട്ടിപ്പ് കേസും അല്ലെ സ്വർണ്ണക്കൊള്ള കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആ പ്രതിയുടെ പത്രസമ്മേളനം കേൾക്കാൻ ഇന്ന് എങ്ങനെയാണ് പോകുന്നത്? എല്ലാവരും വളരെ ജാഗരൂകരായിട്ടാണ് പോകുന്നത്. കാര്യം ഏതോ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ മുൻ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എതിരെ എന്തോ ഒരു ബോംബ് പൊട്ടിക്കുന്നു, അത് കത്തിക്കാം. ഇതിനു വേണ്ടി തന്നെയാണ് അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതന്ന് കേരളത്തിൽ ഭയങ്കരമായി പിടിച്ചുലച്ച ഒരു കേസാണ് 2015. അപ്പോൾ ഇതിനകത്ത് ഉമ്മൻചാണ്ടിയെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു അപ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ പിന്നെ ഈ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേ ബന്ധപ്പെട്ടാണ് ഇതെല്ലാം തിരിമറി നടത്തുകയും ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യുകയും ഇതിനൊക്കെ വേണ്ട സാധനങ്ങൾ മെറ്റീരിയൽസ് ഒപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയും ഇവരെ കുടുക്കിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രത്തിലേക്ക് തന്നെയാണ് KV ഗണേഷ് കുമാർ പോയത്. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ KV ഗണേഷ് കുമാറിന് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നോക്കിക്കോളൂ. KV ഗണേഷ് കുമാർ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പ്രശ്നം ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ ഭാര്യ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യുന്നു. മ്യൂസിയം സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അത് ഇവർ ഉപദ്രവം ഉണ്ടാകുന്നു, തമ്മിത്തല്ലാവുന്നു.
മനസമാധാനം എന്ന് പറയുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. പിന്നീട് കെ ബി ഗണേഷ് കുമാർ മുന്നണി മാറ്റം ഉണ്ടാകുന്നു, അതായത് LDF വരുന്നു. LDF വന്നിട്ട് പിന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, ജയിക്കുന്നു, കാര്യമൊക്കെ ശരി തന്നെ. പിന്നീട് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ? സ്വന്തം തട്ടകം പത്തനാപുരം എന്ന് പറയുന്ന സ്വന്തം തട്ടകത്തിൽ പോലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഗണേഷ് കുമാർ കൂപ്പുകുത്തിപ്പോയി. ആലോചിച്ചു. എന്നാൽ പുള്ളിക്ക് എന്നാൽ PR വർക്കുകൾ ധാരാളം ഉണ്ട് താനും. അദ്ദേഹം സ്വന്തമായിട്ട് ചില യൂട്യൂബ് ചാനലുകൾക്ക് അങ്ങോട്ട് പണം കൊടുത്തിട്ട് അദ്ദേഹം കൂടെ നിർത്തുന്നുണ്ട്. അപ്പം പിന്നെ എന്നിട്ട് പോലും അത്തരം PR വർക്കുകൾ ചെയ്തിട്ട് കൂടി ഗണേഷ് കുമാർ ഇവിടെ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പം ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പറയുന്ന പോലെ കുറുക്ക് വഴിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ തിരിച്ചടി ക്രമേണ കിട്ടും. കാലം കൊടുക്കും. അത് അതിനനുസരിച്ച് ഒരാളെ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇത്രത്തോളം കേരളത്തിൽ ക്രൂശിക്കുകയും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന ഒരു പേരായി മാറുകയും ചെയ്തത് ഒരു പക്ഷേ ഗണേഷ് കുമാറിന്റെ തന്ത്രം തന്നെയാണ്. അതിനകത്ത് മറ്റൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഗണേഷ് കുമാർ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.